ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പരമാവധി പകർത്താൻ ശ്രമിക്കണമെന്ന് ആമുഖമായി സ്വന്തത്തോടുള്ള അതേ ഗൗരവത്തിൽ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രപഞ്ചനാഥനായ, പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യനായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം എന്നുള്ളത് അത് സമാധാനമാണ്. സമാധാനം എന്ന അനുഗ്രഹം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ അവനക്ക് ലഭിച്ച ബാക്കിയുള്ള അനുഗ്രഹങ്ങളെല്ലാം കൃത്യമായി ആസ്വദിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് സമാധാനം എന്ന് പറയുന്നത്. ആ സമാധാനത്തിന്റെ ഉത്ഭവം നാം പരിശോധിക്കുമ്പോൾ ആ സമാധാനം നമുക്ക് എങ്ങനെയാണ് നേടിയെടുക്കേണ്ടത് എന്ന് നാം പരിശോധിക്കുമ്പോൾ തീർച്ചയായും അത് ദീനുൽ ഇസ്ലാമിൽ നിന്നാണ്. ഇസ്ലാമിൻ്റെ ശരീഅത്തുകൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ, ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ, യഥാർത്ഥ ഒരു മുസ്ലിം അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും അവർക്കൊരു പ്രത്യേക സമാധാനം ഉണ്ടാകുമെന്നുള്ളതാണ്. അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇസ്ലാമിൻ്റെ അടിത്തറകൾക്ക്, ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്ക് അതീതമായി ജീവിക്കുക എന്നുള്ളത്. എന്നാൽ പലപ്പോഴും ഈ ഒരു സമൂഹത്തിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിനെയെല്ലാം വിമർശിക്കുന്ന, മതങ്ങളെയെല്ലാം തള്ളിപ്പറയുന്ന, പ്രത്യേകിച്ച് ഇസ്ലാമിനെയെല്ലാം പരിഹസിക്കുന്ന, ദൈവമില്ല എന്ന ഒരു വാദത്തിലേക്ക്, നിരീശ്വരവാദത്തിലേക്ക് ഇന്ന് സമൂഹത്തിലെ യുവാക്കളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിളിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലൂടെ, സോഷ്യൽ മീഡിയ എല്ലാവരും ഉപയോഗിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മീഡിയകളിലൂടെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഒരുപാട് യുക്തിവാദികൾ, നിരീശ്വരവാദികൾ പല ആളുകളുടെയും ഹിദായത്ത് നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പല ആളുകളെയും മതങ്ങളെ വിമർശിക്കുന്ന രൂപത്തിലുള്ള യുക്തിവാദ സംഘടനകളിലേക്ക് പല ആളുകളും വളരെ ശക്തമായി ഇന്ന് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി, ഇസ്ലാമിനെ പരിഹസിക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ വളരെ ശക്തമായി പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലേ? മതമില്ല, പരലോകമില്ല, അല്ലെങ്കിൽ ദൈവമില്ല എന്ന ഒരു വിശേഷണത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുക, അതിനുവേണ്ടി പല നിലവാരമില്ലാത്ത വാദങ്ങളുമായി ഇവർ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നാം വളരെയേറെ ഗൗരവത്തിൽ കാണിക്കേണ്ട വിഷയമാണ്, അല്ലെ? കാരണം ഒരു ഉദാഹരണം പറയുകയാണ് എങ്കിൽ, ഞാൻ ഒരു സംഭവം കേൾക്കുകയുണ്ടായി. അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ആ വ്യക്തി ഇസ്ലാം കുടുംബത്തിൽ വളർന്നു വന്ന വ്യക്തിയാണ്, ഇസ്ലാമിക അന്തരീക്ഷത്തിൽ വളർന്നു വന്ന വ്യക്തിയാണ്, ഒരു മുസ്ലിം കുടുംബത്തിൽ വളർന്നു വന്ന വ്യക്തി. ആ വ്യക്തി ഈ രൂപത്തിൽ നിരീശ്വരവാദികളുടെ വാദങ്ങൾ കേട്ട് ഇസ്ലാമിൻ്റെ മതത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ ഹിദായത്ത് നഷ്ടപ്പെടുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു നിരീശ്വരവാദിയോട് പങ്കുവെക്കുന്ന വർത്തമാനങ്ങളിൽ പറയുന്നത്, ഞാൻ ഈ രൂപത്തിൽ മതം ഉപേക്ഷിച്ചിട്ടുണ്ട്,
ഈ രൂപത്തിൽ ഞാൻ ഇസ്ലാമിനെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ വിശ്വാസ കർമ്മ മേഖലകൾ കൃത്യമായും പൂർണ്ണമായും ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിലുള്ള ജുമാ ഖുതുബകളിൽ, ജമാഅത്ത് നമസ്കാരങ്ങളിൽ ഞാനിപ്പോൾ പങ്കെടുക്കാറില്ല. കുടുംബക്കാര് എന്നെ ജുമാ ഖുതുബകളിൽ ക്ഷണിക്കുമ്പോൾ അല്ലെങ്കിൽ വരാൻ പറയുമ്പോൾ പല കാരണങ്ങളും പറഞ്ഞ് ഞാൻ ഒഴിയാറുണ്ട്. ഇപ്പോൾ ഇസ്ലാമിലല്ല, ഞാൻ നിരീശ്വരവാദത്തിലാണ് എന്ന് ആ മുസ്ലിമായിരുന്ന വ്യക്തിയും ഒരു നിരീശ്വരവാദിയോട് പങ്കുവെക്കുന്നുണ്ട്. സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് ഈ ഒരു നിരീശ്വരവാദം എന്നുള്ളത് വളരെ വേഗത്തിൽ ഇന്നത്തെ സമൂഹത്തിൽ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ് അല്ലെ. നമ്മൾ പലപ്പോഴും അത് അറിയാറില്ല. നമ്മുടെയൊക്കെ ചിന്ത എന്നുള്ളത് കേവലം ചെറിയ ശതമാനം ആളുകൾ മാത്രമാണ് ഈ രൂപത്തിലുള്ള നിരീശ്വരവാദികൾ എന്നുള്ളത്. സഹോദരങ്ങളെ, അങ്ങനെയല്ല. നിരീശ്വരവാദികളുടെ വീഡിയോ നാം പരിശോധിക്കുമ്പോൾ, അതിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരുപാട് ആളുകൾ അല്ലേ, അതിൻ്റെ പേരുകൾ മുസ്ലിം നാമധാരികളാണ്, അറബിക്ക് നാമധാരികളാണ്. പക്ഷേ അവരുടെ കമന്റുകൾ പരിശോധിക്കുമ്പോൾ പൂർണ്ണമായും അവർ ഇസ്ലാമിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അവർക്ക് ഭൗതിക സംവിധാനങ്ങൾക്ക്, ഭൗതിക തിന്മകൾ ആഗ്രഹിച്ചുകൊണ്ട്, ഭൗതിക തിന്മകൾ ഇസ്ലാം ഒരു തടസ്സമാണ് എന്ന് വിചാരിച്ച് ആ ഇസ്ലാമിനെ തള്ളിപ്പറയുന്ന, ഉപേക്ഷിക്കുന്ന, ഇസ്ലാമിനെ പരിഹസിക്കുന്ന നിരീശ്വരവാദത്തിലേക്ക്, ദൈവമില്ല എന്ന സങ്കല്പത്തിലേക്ക് ഈ രൂപത്തിലുള്ള ആളുകൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഭൗതികവാദികളെ കുറിച്ച്, നിരീശ്വരവാദികളെ കുറിച്ച് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട് അല്ലേ. വഖാലു മാ ഹിയ ഇല്ലാ ഹയാത്തുദ് ദുനിയ നമൂതു വനഹ്യാ വമാ യുഹ്ലികുനാ ഇല്ലദ്ദഹർ. അതെ, അവർ പറയുകയാണ്, നിരീശ്വരവാദികൾ പറയുകയാണ്, ജീവിതം എന്നാൽ കേവലം ഈ ഇഹലോക ജീവിതം മാത്രമാണ്. നാം മരിക്കുന്നു, നമ്മൾ ജീവിക്കുന്നു, നമ്മെ നശിപ്പിക്കുന്നത് വെറും കാലം മാത്രമാണ്. എന്നിട്ട് തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്, വമാ ലഹും ബിദാലിക മിൻ ഇൽമിൻ ഇൻഹും ഇല്ലാ യദുന്നൂൻ. അതെ, അവർക്ക് അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല, കേവലം അവർ ഊഹിക്കുക മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള നിരീശ്വരവാദികളെ കുറിച്ച്, യുക്തിവാദികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലേ. അവർ കേവലം അവർ ഊഹിക്കുക മാത്രമാണ്, അല്ലാതെ അവർ കൃത്യമായി മനസ്സുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്ന് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കൂട്ടരെ കുറിച്ച് നമ്മോട് പറയാം അല്ലെ. ഇവർ പറഞ്ഞു വെക്കുന്ന വാദം എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട വാദങ്ങളാണ് അല്ലെ. പരലോകമില്ല എന്നും കേവലം ഈ ജീവിതം മാത്രമാണ് എന്നും, അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ച് നാം ജീവിക്കേണ്ടതുണ്ട് എന്നും, ആ രൂപത്തിലാണ് നാം ജീവിക്കേണ്ടത് എന്നും, നരകവും സ്വർഗവും എന്ന ആ രണ്ട് സംഭവങ്ങൾ ഇല്ല എന്നും, അതുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ഛകൾക്ക് അടിസ്ഥാനമാക്കി, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നാം ജീവിക്കണം എന്ന വാദങ്ങൾക്കാണ് ഇക്കൂട്ടർ സാക്ഷ്യം വഹിക്കുന്നത് എന്ന് വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ലോകത്തോട് വിളിച്ചു പറയാം, അഫ്ലം യസീറു ഫിൽ അർദ്. അതെ, ഇവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ. നിരീശ്വരവാദികളെ കുറിച്ച് അല്ലാഹു പറയാം, ഇവർ ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ, ഇവർ ഈ ഭൂമിയെ കുറിച്ച്, ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുന്നില്ലേ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, فَتَكُونَ لَهُمْ قُلُوبٌ يَعْقِلُونَ بِهَا أَوْ آذَانٌ يَسْمَعُونَ بِهَا. അതെ, എങ്കിൽ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ഹൃദയങ്ങളും കേട്ടറിയാനുള്ള ചെവികളും അവർക്ക് ഉണ്ട് എന്ന് അല്ലാഹു പറയാം. എന്നിട്ട് തുടർന്ന് അല്ലാഹു പറഞ്ഞു, ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ ലാകിൻ തഅമൽ ഖുലൂബൽ ലതീ ഫിസ് സുദൂർ. അതെ, തീർച്ചയായും അവരുടെ കണ്ണുകളെയല്ല അവർക്ക് അനന്തത ബാധിച്ചത്, അവരുടെ കണ്ണുകൾക്കല്ല പ്രശ്നം, പകരം അവരുടെ ഹൃദയങ്ങൾക്കാണ് പ്രശ്നം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം അല്ലേ. അവർക്ക് ലഭിച്ച ഹൃദയങ്ങളെ കൊണ്ട്, അവർക്ക് ലഭിച്ച മനസ്സിനെ കൊണ്ട്, അവർക്ക് ലഭിച്ച ബുദ്ധിയെ കൊണ്ട് അവർ കൃത്യമായി ചിന്തിക്കുന്നില്ല എന്നും, അവർ ആലോചിക്കുന്നില്ല എന്നും, പഠിക്കുന്നില്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഈ പ്രപഞ്ചത്തെക്കുറിച്ച്
കൃത്യമായി പഠിക്കുമ്പോൾ, ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥകളെ കുറിച്ച് കൃത്യമായി പഠിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവമില്ല എന്ന വാദത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ സാധിക്കുക? അല്ലെ? നമ്മുടെ പ്രപഞ്ചത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ കൃത്യമായി ഒരു വ്യവസ്ഥയിലൂടെ സൂര്യന് ചുറ്റും ചന്ദ്രനും ഭൂമിയും ഗ്രഹങ്ങളും എല്ലാം വളരെ കൃത്യമായി അതിന്റെ പാദത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതെ, ഒരു തുള്ളി അടിതെറ്റാതെ കൃത്യമായി അതിന്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവമില്ല എന്ന സങ്കല്പത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ സാധിക്കുക എന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലേ? ഒരു വ്യക്തി നമ്മോട് വന്ന് പറയാ, ഒരു കാറ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഒരു വാഹനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വ്യക്തി നമ്മോട് പറയാ, ഈ വാഹനം വെറുതെ ഉണ്ടായതാണ് എന്ന്, ഈ വാഹനത്തിന് ഒരു ക്രിയേറ്റർ ഇല്ല എന്ന് ഒരു വ്യക്തി നമ്മോട് പറയാം, അല്ലെ? ഒരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ആ വാഹനത്തിന് കൃത്യമായ വ്യവസ്ഥയുണ്ട്. അതിന് കൃത്യമായ ടയറുകൾ പോലുള്ള, സ്റ്റീറിംഗ് പോലുള്ള കൃത്യമായ വ്യവസ്ഥയിലൂടെയാണ് ഒരു വാഹനം രൂപീകരിക്കപ്പെട്ടത്. ആ വാഹനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വ്യക്തി നമ്മോട് പറയാണ്, ഈ വാഹനത്തിന് ഒരു ക്രിയേറ്റർ ഇല്ല, ഈ വാഹനത്തിന് ഒരു മേക്കർ ഇല്ല എന്ന് നമ്മോട് ഒരു വ്യക്തി പറഞ്ഞാൽ നമ്മുടെ യുക്തിക്കനുസരിച്ച് നമുക്കത് വിശ്വസിക്കാൻ സാധിക്കോ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രൂപത്തിലുള്ള യുക്തിരഹിതമായ വാദങ്ങൾ നമ്മോട് പറയുമ്പോൾ എങ്ങനെയാണ് ദൈവമില്ല എന്ന സങ്കല്പത്തിലേക്ക് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുക? സഹോദരങ്ങളെ, നാം വളരെയേറെ ഗൗരവത്തിൽ കാണേണ്ട വിഷയം. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ ഈ ഒരു വാദം എത്തിച്ചേരില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നമുക്ക് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ കുടുംബക്കാരെ ഇടയ്ക്കിടെ ഈ ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിന്റെ വിഷയങ്ങളെ കുറിച്ച്, വിശ്വാസങ്ങളെ കുറിച്ച് കൃത്യമായി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്, അല്ലെ? ഈ രൂപത്തിലുള്ള വാദങ്ങള് നമ്മുടെ കുടുംബത്തില്, നമ്മുടെ സമൂഹത്തില് വരാതിരിക്കാൻ വേണ്ടി കൃത്യമായി അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്, അല്ലെ? ഇവർ ഈ വാദവുമായി മുന്നോട്ട് പോകുമ്പോൾ എന്ത് നേട്ടമാണ് ഈ സമൂഹത്തിനുണ്ടായത്, അല്ലെ? മൈ ലൈഫ് മൈ റൂൾസ്, അതായത് പരലോകമില്ല എന്നും തെറ്റ് ചെയ്തവർക്ക് നരകമോ നന്മ ചെയ്തവർക്ക് സ്വർഗമോ എന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല എന്നും, അതുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ച് നാം ജീവിക്കണം എന്നും ഈ രൂപത്തിലുള്ള വാദങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് നേട്ടമാണ് ഈ സമൂഹത്തിനുണ്ടായത്, അല്ലേ? ധാരാളം കൊലപാതകങ്ങൾ വളർന്നുകൊണ്ടിരിക്കുക, ധാരാളം. കാരണം ഇസ്ലാം ഒരു അതിർത്തിയാണ്, ഇസ്ലാം ഒരു പരിധിയാണ് തിന്മകൾക്ക്. ആ പരിധിയെ നാം തെറിപ്പിക്കുമ്പോൾ, ആ പരിധിയെ നാം കളഞ്ഞു പിടിക്കുമ്പോൾ പിന്നെ തിന്മകൾക്ക് ഒരു പരിധിയില്ല എന്നുള്ളതാണ്. തിന്മകൾ ധാരാളം സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. അതിന് ഉദാഹരണമാണ് ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ധാരാളമായി കൊലപാതകങ്ങൾ വളർന്നുകൊണ്ടിരിക്കുക, ധാരാളമായി പീഡനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുക, ധാരാളമായി കൊലപാതകങ്ങൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനുള്ള കാരണം ഈ രൂപത്തിലുള്ള ലിബറൽ വാദങ്ങളാണ്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടതുണ്ട്, 2022 18,943 കേസുകളാണ് കേവലം കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ 2023 18,980 പീഡന കേസുകളാണ് കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത്. ഈ രൂപത്തിലുള്ള വലിയ സംഖ്യകൾ കേരളത്തിൽ പീഡന റിപ്പോർട്ടുകൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അതിനുള്ള കാരണം ലിബറൽ വാദങ്ങളാണ്, അതിനുള്ള കാരണം പുരോഗമനവാദങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ അപകടകരമായ വാദങ്ങളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്, അല്ലെ? ഇസ്ലാമിന്റെ പ്രാധാന്യം നാം പരിശോധിക്കുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയുടെ ഒരു അവസ്ഥ നാം പരിശോധിക്കേണ്ടതുണ്ട്, അല്ലെ? വളരെയേറെ തിന്മകൾ കൂടിയിരുന്ന ജാഹിലിയ കാലഘട്ടം, പീഡനങ്ങളും മദ്യപാനവുമെല്ലാം വളരെ സ്വാഭാവികമായിരുന്ന, കൊലപാതകങ്ങൾ വളരെ സുലഭമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു 1400 വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയുടെ അവസ്ഥ. എന്നാൽ ഇന്ന് കാണുന്ന സമാധാനത്തിന്റെ പാതയിലേക്ക്,
വികസനത്തിന്റെ പാതയിലേക്ക് ആ രാജ്യം കുതിച്ചുയർന്നിട്ടുണ്ട് എങ്കിൽ അതിനുള്ള കാരണം അത് ഇസ്ലാമാണ് എന്ന് വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഇസ്ലാമിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കിക്കൊണ്ട്, മതത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നാം ജീവിക്കേണ്ടതുണ്ട്. മതത്തിനനുസരിച്ച്, മതത്തിന്റെ ശരീഅത്തുകൾ അനുസരിച്ച് നമ്മുടെ ജീവിതം മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.